ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുഫ്ത കറിയാണ്. ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയുള്ളൊരു കറിയാണ്. പിന്നെ കുഫ്ത ഫ്രൈ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കുഫ്ത കൊണ്ട് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യം നമുക്ക് കുഫ്ത റെഡി ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. കീമ 1/2 കിലോ, ഇത് ബീഫിൻ്റെ കീമയാണ്. എണ്ണ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്, മല്ലിയില കുറച്ച്, വലിയ ഉള്ളി 1, പച്ചമുളക് 6, പൊട്ടുകടല 1/2 കപ്പ്, ഉപ്പ് 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, കുരുമുളക് 1/2 സ്പൂണ്. ഇതെല്ലാം നമുക്ക് നല്ലപോലെ മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കണം. പിന്നെ കീമയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കീമയും മസാലയും നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതാണിത്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുഫ്ത ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പകുതി വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ കറിയിലോട്ട് ചേർക്കുന്നത് കൊണ്ട് അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ കീമയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. വലിയ ഉള്ളി 1 ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് 4, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കണം, മല്ലിപ്പൊടി 1/2 സ്പൂണ്, പട്ട ചെറിയ കഷ്ണം, ഏലക്ക 2, ഗ്രാമ്പൂ 2, ഗരം മസാല 1/2 സ്പൂണ്, വെള്ളം നിങ്ങൾ കറിക്കനുസരിച്ച് എടുക്കണം, എണ്ണ 2 ടേബിൾ സ്പൂണ്. ഇനി മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. വലിയ ഉള്ളി 1, മല്ലിയില കുറച്ച്, തക്കാളി 3. ഇത് 3ഉം നമുക്ക് ഒരു ടൈമിനെ മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കണം. പിന്നെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളിയും ഉള്ളിയും മല്ലിയിലയും അരച്ചെടുത്ത പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മസാലയുടെ മേലെ എണ്ണ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുഫ്ത ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുഫ്ത കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും ഗരം മസാലയും ചേർത്ത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം.
നമുക്ക് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.